ഹായ് സ്റ്റുഡൻസ്, സർഫസ് കെമിസ്ട്രിയിൽ നമ്മൾ കൊളോയിഡ്സ് ആണ് കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ് ആണ്. കൊളോയിഡ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ലയോഫിലിക് സോൾട്സ് ഉണ്ടല്ലോ, സ്റ്റാർച്ച്, അഗർ ഇതൊക്കെ, ജലാറ്റിൻ, ഇതൊക്കെ വെറുതെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. സിംപ്ലി മിക്സിങ് വിത്ത് ഹോട്ട് വാട്ടറായിട്ട് വെറുതെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അത് ഹോട്ട് വാട്ടർ എന്ന് പറയുന്നത് ഡിസ്പേഴ്സൺ മീഡിയ ആണ്. അതിലേക്ക് മിക്സ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, കൊളോയിഡ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ലയോഫിലിക് സോൾട്സ്. ഈ ഫസ്റ്റിൽ നമ്മൾ പ്രിപ്പറേഷനിൽ പഠിക്കാൻ പോകുന്നത് കണ്ടൻസേഷൻ മെത്തേഡാണ്. ഈ കണ്ടൻസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ഓഫ് ആറ്റോമിക് മോളിക്കുലാർ ഡയമെൻഷൻസ്, ആറ്റോമിക് അല്ലെങ്കിൽ മോളിക്കുലാർ സൈസിലുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ കൊളോയിഡൽ സൈസിലോട്ട് കൊണ്ടുവരികയാണ്. ദേ ക്യാൻ യുണൈറ്റ് ആൻഡ് ബിൽഡപ്പ് ഇൻ ടു പാർട്ടിക്കിൾസ് ഓഫ് കൊളോയിഡൽ സൈസ്. ഈ ആറ്റംസിനെയും മോളിക്യൂൾസിനെയൊക്കെ നമ്മൾ യുണൈറ്റ് ചെയ്തിട്ട് ഒരു കൊളോയിഡൽ സൈസിലോട്ട് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടൻസേഷൻ മെത്തേഡിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗോൾഡ് സോൾ. എങ്ങനെയാണ് ഗോൾഡ് സോൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഇത് AuCl3 ഗോൾഡ് ക്ലോറൈഡ് അല്ലേ. AuCl3യുടെ റിഡക്ഷൻ വിത്ത് ഫോർമാൽഡിഹൈഡുമായിട്ട് AuCl3 റിഡക്ഷൻ ചെയ്തിട്ടാണ് ഗോൾഡ് സോൾ ഉണ്ടാകുന്നത്. അതായത് AuCl3 എടുക്കുന്നു, എന്നിട്ടോ ഫോർമാൽഡിഹൈഡ് എടുക്കുന്നു, വാട്ടർ 3H2 വാട്ടർ ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ റിഡക്ഷനാണ് ഇവിടെ സംഭവിക്കുക അല്ലേ. റെഡ്യൂസ് ചെയ്യുമ്പോൾ ഗോൾഡ് സോൾ കിട്ടുന്നു. പിന്നെയോ 3HCOOH കിട്ടുന്നു. പിന്നെന്താണ്, HCl കിട്ടുന്നു. അസിഡിക് ഗ്രൂപ്പാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ AuCl3യെ ഫോർമാൽഡിഹൈഡുമായിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ, വാട്ടറോട് ചേർത്ത് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഗോൾഡ് സോള് കിട്ടുന്നു. ഈ സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സൾഫർ സോൾ എങ്ങനെ ഉണ്ടാക്കാം. സൾഫർ സോൾ ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഓക്സിഡേഷൻ ഓഫ് അക്വസ് ഹൈഡ്രജൻ സൾഫൈഡ് സൊല്യൂഷൻ വിത്ത് എയർ ഓർ സൾഫർ. ഇവിടെ ഞാൻ സൾഫർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അക്വസ് ഹൈഡ്രജൻ സൾഫർ ഡൈ ഓക്സൈഡുമായിട്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നു അല്ലേ. അതുമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ചേർത്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, സൾഫർ സോൾ കിട്ടുന്നു. സൾഫർ സോൾ കിട്ടുന്നു 2H2O. സൾഫർ സോളാണ്. H2S SO2മായിട്ട് റിയാക്ട് ചെയ്തിട്ട് സൾഫർ സോൾ ഉണ്ടായി. ഇനി അടുത്ത സോൾ എന്ന് പറയുന്നത് ആഴ്സീനിയസ് സൾഫൈഡ്. എന്താണ്? ആഴ്സീനിയസ് സൾഫൈഡ് സോളാണ്. അതെങ്ങനെ ഉണ്ടാകുന്നു? അത് ആഴ്സീനിയസ് ഓക്സൈഡ് അല്ലേ. അത് ഇതുപോലെ തന്നെ ഹൈഡ്രജൻ സൾഫൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആഴ്സീനിയസ് സൾഫൈഡ് സോൾ കിട്ടുന്നു. പിന്നെയോ 3H2O കിട്ടുന്നു. എന്തായാലും ഈ സൾഫർ സോളും ഗോൾഡ് സോളും ഉണ്ടാകുന്നത് പഠിച്ചു വയ്ക്കുക. ഈ ആഴ്സീനിക് സൾഫൈഡ് സോളൊക്കെ വരണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല. ഇത് ഡബിൾ ഡീകമ്പോസിഷൻ പ്രോസസ്സാണ് അല്ലേ. കാരണം എന്താണ്, ഈ H2Sൽ S ഇങ്ങോട്ട് പോയി അല്ലേ, ശരിയല്ലേ. O ഇങ്ങോട്ടും വന്നു, അതല്ലേ ഇങ്ങനെ ഇരിക്കുന്നു, ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നു. പിന്നെ അടുത്താണ് ഫെറിക് ഹൈഡ്രോക്സൈഡ് സോള്. ഇത് ഫെറിക് ക്ലോറൈഡിനെ ഹൈഡ്രോളിസിസ് ചെയ്യും. നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോള് അല്ലേ, OH ത്രൈസ് ആട്ടോ സോൾ കിട്ടുന്നു, പ്ലസ് 3HCl. ഇതാണ് ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ. അപ്പോൾ എന്താണ്, നമ്മൾ കൊളോയിഡ് സൊല്യൂഷൻ്റെ പ്രിപ്പറേഷൻ ആയിരുന്നു. അതിനകത്ത് കണ്ടൻസേഷൻ മെത്തേഡിലാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗോൾഡ് സോൾ ഉണ്ടാക്കി, സൾഫർ സോൾ ഉണ്ടാക്കി, ആഴ്സീനിയസ് സൾഫൈഡ് ഉണ്ടാക്കി, ഫെറിക് ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കി. ഏറ്റവും കുറഞ്ഞത് ഗോൾഡ് സോളും സൾഫർ സോളും എങ്കിലും പഠിച്ചിരിക്കുക. അല്ലെങ്കിൽ ഗോൾഡ് സോളും സൾഫർ സോളും എന്ന് പറയുന്നത് കണ്ടൻസേഷൻ മെത്തേഡിൽ ഉണ്ടാക്കുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണെന്നെങ്കിലും പഠിച്ചിരിക്കുക. ഈ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ആറ്റോമിക്
ആറ്റമിക് ആ ഡയമെൻഷനുള്ള അല്ലെങ്കിൽ മോളിക്കുലർ ഡയമെൻഷനുള്ള എല്ലാത്തിനെയും യുണൈറ്റ് ചെയ്തിട്ട് നമ്മൾ കൊളോയിഡൽ ഡയമെൻഷനിലോട്ട് കൊണ്ടുവരികയാണ്. അതാണ് കണ്ടൻസ് ചെയ്യുക എന്ന് പറയുന്നത്, കണ്ടൻസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് മെത്തേഡ് പഠിക്കാൻ പോകുന്നത് ഡിസ്പേഴ്സൺ മെത്തേഡാണ്. ഡിസ്പേഴ്സൺ മെത്തേഡ്. ഡിസ്പേഴ്സൺ മെത്തേഡ്. വാട്ട് ഈസ് ഡിസ്പേഴ്സൺ മെത്തേഡ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഈ ഡിസ്പേഴ്സൺ മെത്തേഡിൽ ബിഗ്ഗർ പാർട്ടിക്കിൾസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു പാർട്ടിക്കിൾസ് ഓഫ് കൊളോയിഡൽ സൈസ്. മറ്റേത് ചെറിയ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വലിയ കൊളോയിഡൽ സൈസിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്ത്. ഡിസ്പേഴ്സൺ മെത്തേഡ്, അത് കണ്ടൻസേഷൻ. കണ്ടൻസേഷന് നേരെ ഓപ്പോസിറ്റാണ് ഡിസ്പേഴ്സൺ. ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത് വലിയ പാർട്ടിക്കിൾസ് ഇതിനെ ബ്രോക്കൺ ചെയ്തിട്ട് കൊളോയിഡൽ സൈസിലുള്ള ചെറിയ പാർട്ടിക്കിളാക്കി മാറ്റുക ഡിസ്പേഴ്സൺ മീഡിയത്തിൽ. എന്നിട്ട് ഈ സോള് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെബിലൈസറും, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റെബിലൈസറും നമ്മൾ ഉപയോഗിക്കുന്നു. ഇത് സ്റ്റെബിലൈസേഷൻ കിട്ടണമെങ്കിൽ ഒരു സ്റ്റെബിലൈസർ കൂടി ചേർക്കണം. ചെറിയ പാർട്ടിക്കിളായിട്ട് ബ്രോക്കൺ ചെയ്തിട്ട് വലിയ പാർട്ടിക്കിൾസിന് ചെറിയ കൊളോയിഡൽ പാർട്ടിക്കിൾസിലോ സൈസിലോട്ട് ബ്രോക്കൺ ചെയ്തിട്ട് സ്റ്റെബിലൈസർ കൂടി ചേർക്കുന്നു. ഇതാണ് ഡിസ്പേഴ്സൺ മെത്തേഡ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തെ ഡിസ്പേഴ്സൺ മെത്തേഡാണ് ഇലക്ട്രിക്കൽ ഡിസൻറ്റഗ്രേഷൻ. ഇലക്ട്രിക്കൽ ഡിസ്ഇൻറ്റഗ്രേഷൻ. ഇൻറ്റഗ്രേഷൻ ഏതാ അറിയാമല്ലോ, ഇൻറ്റഗ്രേഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ലേ മാത്സിൽ. ആ ഇൻറ്റഗ്രേഷൻ അല്ല കേട്ടോ, ഇൻറ്റഗ്രേഷൻ. ഇൻറ്റഗ്രേഷൻ മെത്തേഡ്, ഇലക്ട്രിക്കൽ ഡിസ്ഇൻറ്റഗ്രേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ഇതാണ് ഈ മെത്തേഡ്. ഈ മെറ്റാലിക് സോൾസ് ഉണ്ടല്ലോ, മെറ്റാലിക് സോൾസിനെ നമുക്ക് മെറ്റാലിക് സോൾസ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ സ്ട്രൈക്കിംഗ് ആൻ ആർക്ക് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ് ഓഫ് മെറ്റൽ കൺസേൺഡ്. ഏത് മെറ്റാലിക് സോളാണുള്ളത് ആ കൺസേൺഡ് ആയിട്ടുള്ള മെറ്റാലിക്കിൻ്റെ ഇലക്ട്രോഡുകൾക്കിടയിൽ ഒരു ആർക്ക്, പോസിറ്റീവ് നെഗറ്റീവ്, ഒരു ആർക്ക് ഉണ്ടാക്കുന്നു. ഇലക്ട്രിക് ആർക്ക് ഉണ്ടാക്കുന്നു അല്ലേ, ഹൈ പൊട്ടൻഷ്യലിൽ. ഇമേഴ്സ് ഇൻ ഡിസ്പേഴ്സൺ മീഡിയം. ഈ റോഡ് എന്താണ്, ഈ ഡിസ്പേഴ്സൺ മീഡിയത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മെറ്റൽ എന്താണ്, ഈ മെറ്റലിനകത്ത് ഒരു ആർക്ക് ഉണ്ടാക്കുമ്പോൾ മെറ്റൽ എന്താണ്, വേപ്പറൈസ് ചെയ്യും. മെറ്റൽ വേപ്പറൈസ് ചെയ്തിട്ട് ആ വേപ്പർ കണ്ടൻസ് ചെയ്യും. ആ വേപ്പർ കണ്ടൻസ് ചെയ്യും. അപ്പോൾ ഐസ് ബാത്തൊക്കെ ഉണ്ട്, ഇവിടുത്തെ ഐസ് ബാത്ത് എന്ന് പറയും. ഐസ് ബാത്തൊക്കെ ഉണ്ട് കണ്ടൻസ് ചെയ്യാൻ വേണ്ടി. ആ വേപ്പർ കണ്ടൻസ് ചെയ്യുന്നു. എന്നിട്ട് സോളിഫൈഡ്സ് ഇൻ ടു പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ് സോളിഫൈഡ് ചെയ്തുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു. ഗ്യാസ് സ്റ്റേറ്റിലുള്ള സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. അത് കൊളോയിഡൽ സൈസ് ആയിരിക്കും. പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ സോൾസ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ദിസ് വേ. അപ്പോൾ പ്ലാറ്റിനം സോള്, ഗോൾഡ് സോള്. അപ്പോൾ ഗോൾഡ് സോള് കണ്ടൻസേഷൻ മെത്തേഡിലും ഡിസ്പേഴ്സൺ മെത്തേഡിലും ഉണ്ടാക്കാമെന്ന് മനസ്സിലായാലോ. ഇതാണ് ഡിസ്പേഴ്സൺ മെത്തേഡ്. ഡിസ്പേഴ്സൺ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഏത് മെറ്റലിൻ്റെ സോളാണ് ഉണ്ടാക്കേണ്ടത് ആ മെറ്റലിനെ ഇലക്ട്രോഡ്സ് ആയിട്ട് വെച്ചുകൊണ്ട് ആർക്ക് ഉണ്ടാക്കുന്നു. ഈ ആർക്ക് ഉണ്ടാക്കുന്നു ഡിസ്പേഴ്സ് മീഡിയത്തിൽ. അപ്പോൾ ഈ മെറ്റൽ എന്താണ്, വേപ്പറൈസ് ചെയ്യുകയും ഇത് കൂൾ ചെയ്തിട്ട് കണ്ടൻസ് ചെയ്ത് സോൾഡിഫൈ ചെയ്ത് കൊളോയിഡൽ സൈസിലോട്ട് വരികയും ചെയ്യുന്നു. പ്ലാറ്റിനം, ഗോൾഡ് ആൻഡ് സിൽവർ സോള്. പ്ലാറ്റിനത്തിൻ്റെ, ഗോൾഡിൻ്റെ, സിൽവറിൻ്റെയൊക്കെ സോളുകൾ നമ്മളിങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എ സ്ലൈറ്റ് ട്രേസ് ഓഫ് ഇലക്ട്രോലൈറ്റ്, അല്പം ഇലക്ട്രോലൈറ്റ് ചേർത്താൽ, എ സ്ലൈറ്റ് ട്രേസ് ഓഫ് ഇലക്ട്രോലൈറ്റ് സ്റ്റെബിലൈസസ് ദി സോൾട്സ് ഫോംഡ്. ഇങ്ങനെ ഉണ്ടാകുന്ന സോളിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ലൈറ്റ് ട്രേസായിട്ട്, സ്ലൈറ്റ് ട്രേസായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇലക്ട്രോലൈറ്റും കൊടുക്കുന്നു. മനസ്സിലായത്? ഇതാണ് ഇലക്ട്രിക് ഡിസ്ഇൻറ്റഗ്രേഷൻ, ബ്രെഡിക്സ് ആർട്സ് മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തേഡ്, ഡിസ്പേഴ്സൺ മെത്തേഡ് സെക്കൻഡ് മെത്തേഡാണ് പെപ്റ്റൈസേഷൻ. പെപ്റ്റൈസേഷൻ മെത്തേഡ് എന്ന് പറയും. പെപ്റ്റൈസേഷൻ മെത്തേഡ് എന്ന് പറയും. ഇതെങ്ങനെയാണ്? വെൻ ഇലക്ട്രോലൈറ്റ് ഉണ്ടല്ലോ, വെൻ ആൻ ഇലക്ട്രോലൈറ്റ് ഹാവിങ് എ കോമൺ അയോൺ. ഏത് സോളിഡാണോ ഈ ഇലക്ട്രോലൈറ്റിൽ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ളത്, ഏത് സോളിഡാണോ ഈ ഇലക്ട്രോലൈറ്റിൽ ഡിസ്പേഴ്സ് ആയിട്ടുള്ള ആ സോൾഡിന് ഇലക്ട്രോലൈറ്റിനും കോമൺ ആയിട്ടുള്ളൊരു അയോൺ ഉണ്ടാവും. ടു എ ഫ്രഷ്ലി പ്രിപ്പയർഡ് പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ എന്താണ്, വെൻ ആൻ ഇലക്ട്രോലൈറ്റ് ഹാവിങ് എ കോമൺ അയോൺ ഈസ് ആഡഡ് ടു എ ഫ്രഷ്ലി പ്രിപ്പയർഡ് പ്രസിപ്പിറ്റേറ്റ്. ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന, അപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത ഉടനെ തന്നെ, അതാണ് ഫ്രഷ്ലി പ്രിപ്പയർഡ് പ്രസിപ്പിറ്റേറ്റിലേക്ക്. അതായത് ഒരു സോളിഡ്
ഡിസ്പേഴ്സ് ചെയ്തിരിക്കുകയാണല്ലോ മീഡിയത്തിൽ. പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്തേക്ക് ഈ പ്രസിപ്പിറ്റേറ്റിനും ഇലക്ട്രോലൈറ്റിനും കോമൺ ആയിട്ടുള്ള അതിനുള്ള ഇലക്ട്രോലൈറ്റ് ചേർക്കുന്നു. ദി പ്രസിപ്പിറ്റേറ്റ് പാസസ് ടു ദി കൊളോയിഡൽ ഫോം. പ്രസിപ്പിറ്റേറ്റ് കൊളോയിഡൽ ഫോമിലോട്ട് പാസ് ചെയ്യുന്നു. ദി മെത്തേഡ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ എ പ്രസിപ്പിറ്റേറ്റ് ഇൻ ടു കൊളോയിഡൽ സോൾ ഫോം ബൈ ആഡിങ് ആൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഈസ് കാൾഡ് പെപ്റ്റൈസേഷൻ മെത്തേഡ്. ഇങ്ങനെ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ട് കൊളോയിഡൽ സോൾ ഉണ്ടാക്കുന്നു. അതിനെയാണ് പെപ്റ്റൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഏജൻറ്റ് ചേർത്തു അല്ലേ, അതിനെയാണ് പെപ്റ്റൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റിനെ പെപ്റ്റൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നു. ഇപ്പോൾ എക്സാമ്പിളിന് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറിക് ഹൈഡ്രോക്സൈഡ്. നമ്മൾ ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കുന്നു, ഫ്രഷ്ലി പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫെറിക് ക്ലോറൈഡ് എന്ത് ചേർക്കുന്നു, ഇലക്ട്രോലൈറ്റായിട്ട് ഫെറിക് ക്ലോറൈഡ് സ്മോൾ ക്വാണ്ടിറ്റി ചേർക്കുമ്പോൾ ബ്രൗൺ സോൾ കിട്ടുന്നു. ഇവിടെ പെപ്റ്റൈസിങ് ഏജൻ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്, ഫെറിക് ക്ലോറൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറിക് ഹൈഡ്രോക്സൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനാണ്. ക്യാൻ ബി പെപ്റ്റൈസ്ഡ് ടു എ റെഡിഷ് ബ്രൗൺ സോൾ ബൈ അഡീഷൻ ഓഫ് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ. ഇനി സെല്ലുലോസ് നൈട്രേറ്റ് അത് പെപ്റ്റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ്, എത്തിൽ ആൽക്കഹോളാണ് ഉപയോഗിക്കുക. സെല്ലുലോസ് നൈട്രേറ്റിന് എത്തിൽ ആൽക്കഹോളാണ് ഉപയോഗിക്കുക പെപ്റ്റൈസിങ് ഏജൻ്റായിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, പെപ്റ്റൈസിങ് ഏജൻ്റായിട്ട് ചേർത്ത്, ആൽക്കഹോൾ പെപ്റ്റൈസിങ് ഏജൻ്റായിട്ട് സെല്ലുലോസ് നൈട്രേറ്റിലോട്ട് ചേർത്ത് കഴിയുമ്പോൾ ദി പ്രൊഡക്റ്റ് ഫോംഡ് ഈസ് നോൺ ആസ് കൊളോഡിയോൺ എന്ന് പറയുന്നത്. കൊളോഡിയോൺ. അപ്പോൾ എന്താണ് പെപ്റ്റൈസേഷൻ മെത്തേഡ്? നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് ചെയ്ത ഒരു പ്രസിപ്പിറ്റേറ്റ് എടുത്തിട്ട് ആ പ്രസിപ്പിറ്റേറ്റിന് കോമൺ ആയുള്ള ഇലക്ട്രോലൈറ്റ് അങ്ങോട്ട് ചേർക്കുമ്പോൾ ഇത് കൊളോയിഡൽ സ്റ്റേറ്റിലോട്ട് വരുന്നു. ഇതാണ് പെപ്റ്റൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസാണ് നമ്മൾ പറഞ്ഞത്. ഈ പെപ്റ്റൈസേഷൻ മെത്തേഡിൻ്റെ മെക്കാനിസം എന്താണ്? നമ്മൾ ഈ പെപ്റ്റൈസിങ് ഏജൻറ്റ് ചേർക്കുമ്പോൾ അതിനകത്തെ ആയിട്ടുള്ള അയോണിൽ ഏതെങ്കിലും ഒന്ന് എന്താണ്, അബ്സോർബ് ചെയ്യും. ഈ പ്രസിപ്പിറ്റേറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇലക്ട്രിക്കലി ചാർജ് പാർട്ടിക്കിൾ സ്പ്ലിറ്റ് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് പ്രസിപ്പിറ്റേറ്റ് കൊളോയിഡൽ പാർട്ടിക്കിൾസിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. അതാണ് ഇവിടെ നടക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യുന്നു, അബ്സോർബ് വൺ ഓഫ് ദി ആഡഡ് അയോൺ. നമ്മൾ ആഡഡ് കോമൺ അയോണുള്ളതാണ് ചേർക്കുന്നത്. ആ ആഡഡ് അയോൺ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രസിപ്പിറ്റേറ്റ് അബ്സോർബ് ചെയ്യുകയും ഇലക്ട്രിക്കലി ചാർജ് പാർട്ടിക്കിൾ എന്താണ്, ആ പ്രസിപ്പിറ്റേറ്റിലുള്ള ഇലക്ട്രിക്കലി ചാർജ് പാർട്ടിക്കിൾ കൊളോയിഡൽ പാർട്ടിക്കിളായിട്ട് ടേൺ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് പെപ്റ്റൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ കൊളോയിഡൽ സൊല്യൂഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തു അല്ലേ? എങ്ങനെയൊക്കെയാണ്? കണ്ടൻസേഷൻ മെത്തേഡിലും ഡിസ്പേഴ്സൺ മെത്തേഡ് തന്നെ 2 ടൈപ്സ് ഉണ്ടായിരുന്നു, ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷനും പെപ്റ്റൈസേഷൻ മെത്തേഡും. ഓക്കെ, ഇനി കൊളോയിഡൽ സൊല്യൂഷൻ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചത് സ്റ്റെബിലൈസറൊക്കെ ചേർത്താലാണ് ഈ കൊളോയിഡൽ സോളുകൾ എന്താണ് സ്റ്റേബിളായിട്ടിരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ സൊല്യൂഷനാണ്. കൊളോയിഡൽ സൊല്യൂഷൻ പ്യൂരിഫൈ ചെയ്യണം. എന്താണ് കൊളോയിഡൽ സൊല്യൂഷൻ പ്യൂരിഫൈ ചെയ്യുന്നത്? നമ്മൾ ഇങ്ങനെ ഈ മെത്തേഡുകളിലൂടെ ഉണ്ടാക്കുന്ന കൊളോയിഡ് സൊല്യൂഷൻസ് ഇമ്പ്യൂർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാവും, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഇലക്ട്രോളിസിസിലെ ഇമ്പ്യൂരിറ്റീസും ഉണ്ടാവും. പിന്നെ സൊല്യൂബിൾ ആയിട്ടുള്ള ചില സബ്സ്റ്റൻസസ് ഒക്കെ കൊളോയിഡൽ കൊളോയിഡൽ സൊല്യൂഷൻസിൽ ഉണ്ടാവും. ഈ ഇമ്പ്യൂരിറ്റീസ് എന്ത് സംഭവിക്കുന്നു, സ്റ്റെബിലൈസ് ആവേണ്ട ഈ കൊളോയിഡൽ സൊല്യൂഷൻസിന് എന്താണ്, ഡീസ്റ്റെബിലൈസ് ചെയ്ത് കളയും. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് ഈ ഇലക്ട്രോളിസിസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസ്. പിന്നെ സൊല്യൂബിളായിട്ടുള്ള ചില സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ട്. ഇത് എന്താണ്, ഡീസ്റ്റെബിലൈസ് ചെയ്ത് കളയും ഈ കൊളോയിഡൽ സൊല്യൂഷൻസിന്. അതുകൊണ്ട് എന്താണ്, ഇതിനെ പ്യൂരിഫൈ ചെയ്യണം. ഇപ്പോൾ പല മെത്തേഡുകളുണ്ട് പ്യൂരിഫൈ ചെയ്യാൻ. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡയാലിസിസ് ആണ്.
എന്താണ് ഡയാലിസിസ്? അപ്പോൾ ട്രൂ സൊല്യൂഷൻ പാർട്ടിക്കിൾസ് ഓഫ് ട്രൂ സൊല്യൂഷൻ. ആ ട്രൂ സൊല്യൂഷനിൽ എന്തൊക്കെയുണ്ട്? അയേൺസ് ഉണ്ട്, മോളിക്യൂൾസ് ഉണ്ട്. പാർട്ടിക്കിൾസ് ഓഫ് ട്രൂ സൊല്യൂഷൻ പാസ് ത്രൂ പാർച്ച്മെൻറ്റ് പേപ്പർ ഓർ സെല്ലോഫെയിൻ മെംബ്രെയിൻ. എവിടെ ഇതിൽ കൂടി കടത്തിവിടും നമ്മൾ ഇത്? ആ പാർച്ച്മെൻറ്റ്. അപ്പോൾ കൊളോയിഡ്സ് കടന്നു പോകില്ല. അത് പാർച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ സെല്ലോഫെയിൻ മെംബ്രെയിൻ ഇതിലൂടെ പാസ് ചെയ്ത് കൊടുക്കുന്നു ആ സൊല്യൂഷനെ. അപ്പോൾ ഈ സോൾ പാർട്ടിക്കിൾസ് ഇതിലൂടെ പാസ് ചെയ്ത് പോവില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ഇതൊരു ബാഗിലാക്കിയിട്ടാണ് നമ്മളിങ്ങനെ ബാഗിലാക്കും. ഓക്കെ, അപ്പോൾ ഈ സൊല്യൂഷനാണ്. ഈ സോള് ഇങ്ങനെ ബാഗിൽ ആക്കുന്നു. എന്നിട്ട് ഇതിൽ കൂടെ വാട്ടർ കടത്തി കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് പെട്ടെന്ന് സംഭവിക്കുന്നു. ഈ കൊളോയിഡൽ സൊല്യൂഷൻ കടന്നു പോവില്ല അല്ലേ? ആ ഇമ്പ്യൂരിറ്റീസൊക്കെ കടന്നു പോകും. അപ്പോൾ പ്യൂരിഫൈ ചെയ്തില്ലേ? വാം വാട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ നടത്തും. ഇനിയും സ്പീഡിൽ നടക്കണമെങ്കിൽ ഈ അയോൺസ് മെംബ്രെയിനിന് പുറത്തോട്ടൊക്കെ മൂവ് ചെയ്യണമല്ലോ. അങ്ങനെ മൂവ്മെൻറ്റ് സ്പീഡാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് വിട്ടാൽ മതി. ഇവിടെ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായാൽ? പാർച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ സെല്ലോഫെയിൻ മെംബ്രെയിൻ. അതിനകത്ത് എന്താണ്? ഒരു കിഴി കെട്ടിയിടുന്ന പോലെ തന്നെ ആ സോള് കിഴി കെട്ടിയിടുന്നു. അപ്പോൾ അയോൺസ് പുറത്തേക്ക് ഓടുന്നു. കൊളോയിഡലായിട്ടുള്ള സബ്സ്റ്റൻസ് പുറത്തേക്ക് പോകില്ല, അതിന് പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പ്യൂരിഫൈ ചെയ്യാം. ഈ മൂവ്മെൻറ്റ് വേഗത്തിലാക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ വാട്ടർ ഇവിടെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വരിക. ഇലക്ട്രിക് കറണ്ട് രണ്ട് ഇലക്ട്രോഡുകളൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് വരിക. അപ്പോൾ അയോൺസ് നല്ല സ്പീഡിൽ പോയിക്കോളും. ഓക്കെ, കിഡ്നി അങ്ങനെയാണ്. ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് കിഡ്നി പ്യൂരിഫൈ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പ്യൂരിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അൾട്രാ ഫിൽട്രേഷൻ അൾട്രാ ഫിൽട്ടർ ഉപയോഗിക്കും അല്ലേ? നമുക്കറിയാം സാധാരണ ഫിൽട്ടർ പേപ്പറിൽ കൂടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഒക്കെ കടന്നു പോകും. സാധാരണ ഫിൽട്ടർ പേപ്പറിലൊന്നും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, കടന്നു പോകും. അപ്പോൾ അൾട്രാ ഫിൽട്ടറുകൾ ഉപയോഗിക്കുന്നു അല്ലേ? മെംബ്രെയിൻ വിത്ത് പോർ സഫീഷ്യൻ്റ്ലി സ്മോൾ ടു ഹോൾഡ് ബാക്ക് കൊളോയിഡ് പാർട്ടിക്കിൾസിനെ ഇങ്ങനെ ഹോൾഡ് ബാക്ക് ചെയ്ത് പിടിക്കാവുന്ന കടത്തിവിടാത്ത ചില മെംബ്രെയിൻസ് ഉണ്ട്. 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ് ഇൻ എ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈതർ. നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞായിരുന്നു അത് കുറച്ച് മുമ്പ്. 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ് അതാണ് സാധനം. ഇനി പെപ്റ്റൈസിങ് ഏജൻ്റാണ് അടുത്ത് പറയാൻ പോകുന്നത്. 4% ഓഫ് സെല്ലുലോസ് ഇൻ എ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈതർ. അതിനകത്ത് നൈട്രോസെല്ലുലോസും കൂടി ചേർത്തുള്ള മിക്സ്ചർ. അതെന്താണ്? കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ കടത്തിവിടില്ല. ബൈ സ്യൂട്ടബിളി അഡ്ജസ്റ്റിംഗ് ദി കോമ്പോസിഷൻ ഓഫ് ദി സോൾവെൻറ്റ് ആൽക്കഹോളോ ഈതറോ ആണ് സോൾവെൻറ്റ്. ആ സോൾവെൻറ്റിനെ സ്യൂട്ടബിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഏത് കൊളോഡിയോനാണോ ഡിസോൾവ് ചെയ്യേണ്ടത് അതനുസരിച്ച് ആൽക്കഹോളിനെ അല്ലെങ്കിൽ ഈതറിനെ ആ മിക്സറിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അൾട്രാ ഫിൽട്ടറായിട്ട് കിട്ടും. അൾട്രാ ഫിൽട്ടർ എന്ന് പറയുന്നൊരു മെംബ്രെയിനായിട്ട് അത് കിട്ടും. ഈ അൾട്രാ ഫിൽട്ടേഴ്സ് ഉപയോഗിച്ച് നമുക്ക് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ പ്യുവറായിട്ടുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് കിട്ടും. ഇമ്പ്യൂരിറ്റീസൊക്കെ അങ്ങോട്ട് പോകും. ഇപ്പോൾ പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ഇന്നൊക്കെ എന്തൊക്കെയാണ് പഠിച്ചത്? കൊളോയിഡ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, സോൾട്സ് എങ്ങനെയാണ്, കൊളോയിഡൽ സൊല്യൂഷനാണ് സോൾ എന്ന് വിളിക്കുന്നത്. സോൾട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഏതൊക്കെയായിരുന്നു? ഗോൾഡ് സോള്, സൾഫർ സോള്, ആഴ്സൈനിക് സോൾട്ട്, ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾട്ട്. ഇതൊക്കെ കണ്ടൻസേഷൻ മെത്തേഡിലും പിന്നെ ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ബ്രിഡിക്സ് ആർട്സ് മെത്തേഡിൽ പെപ്റ്റൈസേഷൻ മെത്തേഡ്, ഈ രണ്ട് മെത്തേഡാണ് ഡിസ്പേഴ്സൽ മെത്തേഡ്. അങ്ങനെ നമ്മൾ സോൾട്സ് ഉണ്ടാക്കി. പിന്നീട് ഈ കൊളോയിഡൽ സൊല്യൂഷനെ പ്യൂരിഫൈ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഒന്നാമത്തെ ഡയാലിസിസ് ആണ്. നമ്മുടെ കിഡ്നിയൊക്കെ അതാണ് ചെയ്യുന്നത് അല്ലേ? ഡയാലിസിസ്.
രണ്ടാമത്താണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഡയാലിസിസ് തന്നെ വാട്ടറിന് പകരം ഹോട്ട് വാട്ടർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക, ഇലക്ട്രോഡുകൾ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയോ ചെയ്താൽ ഈ ഈ പ്യൂരിഫിക്കേഷനുള്ള വേഗത്തിലാക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ.